Hi guys, അപ്പോൾ എല്ലാവർക്കും പ്രീമിയസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് Realme Narzo 50 Proൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. സോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ഫോണിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫോൺ എന്ന് പറയുന്നത് ഒരു മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഓരോ ഫോണും മേടിക്കാൻ വേണ്ടി. ഞാൻ മേടിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഈ ഫോൺ അതുപോലെ തന്നെയാണ്. ഇത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഞാൻ തന്നെ പൈസ കൊടുത്ത് മേടിച്ച ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഒരു ക്വിക്ക് ഇംപ്രഷൻ ഈ വീഡിയോയിൽ തരാം. കൂടുതൽ ടെസ്റ്റിങ് കാര്യങ്ങൾ മൊബൈലിൽ ചെയ്യാൻ എനിക്ക് വലിയ പരിചയമില്ല, എന്നാലും മാക്സിമം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷനും നമുക്ക് അൺബോക്സിങ്ങും എല്ലാം ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബോക്സ് പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ പേര് കാണാം, Narzo 50 Pro 5G എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലൊന്നുമില്ല. അതുപോലെ ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്പെക്കുകൾ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പവർ ചെയ്യുന്നത് Dimensity 920 ആണ്, 5G പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 90 Hz സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ 7.99 mm ആണ്, അതായത് അത്യാവശ്യം സ്ലിം ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഡൈനാമിക് റാം എക്സ്പാൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5000 mAh ബാറ്ററിയാണ് നമുക്കുള്ളത് ഇതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം എന്നാണ്. അതൊന്നും നമുക്ക് വലുതായിട്ട് അറിയാൻ പറ്റില്ല, അതൊക്കെ അകത്തുള്ള സാധനങ്ങളാണ്. ഹീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത്രത്തോളം ലോ ഹീറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ വേറെ കാര്യങ്ങൾ ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും പിന്നീട് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പ്ലാസ്റ്റിക് റാപ്പിംഗ് ഉണ്ടാവും, അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ മെയിൻ ഇതുണ്ടാവുള്ളൂ. നൈസ്, ഇവിടെ ഒരു സീലുണ്ട്, അതും കൂടെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫോണിനെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഫീൽ ദ പവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വരുന്ന ഒരു ബോക്സാണ്. ബോക്സിൻ്റെ അകത്ത് നമുക്ക് സിം എഡിറ്റർ ടൂളും പേപ്പർ വർക്ക് കാര്യങ്ങൾ കുറച്ചുണ്ടാവും, കുറച്ച് പേപ്പർ കട്ടി പേപ്പറുകളുണ്ടാവും. അതെന്തായാലും നമുക്ക് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ഞാനെടുത്തത് ഹൈപ്പർ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളറാണ്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോക്സിൽ നമ്മുടെ ചാർജർ ഉണ്ടാവും. അപ്പോൾ ഇതൊരു 33 വാട്ട്സിൻ്റെ ചാർജറാണ്. സോ അതല്ലാതെ നമുക്ക് വരുന്നത് നമുക്ക് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. Type A to Type C കേബിളാണ് വരുന്നത്, അതായത് USB Type A to Type C കേബിളാണ് വരുന്നത്. 33 വാട്ട് ചാർജും 5000 mAh എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു കോമ്പിനേഷൻ ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് വേറെ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് എന്തായാലും ഒരു കവർ എന്തായാലും വരുന്നുണ്ട്, ഒരു കേസ് വരുന്നുണ്ട്. സെമി ട്രാൻസ്പെറൻ്റ് ആണ്, ഇത്തിരി ഒരു ബ്ലാക്കിഷ് ടോൺ ഉണ്ട് അതിന്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ ക്വാളിറ്റി കേസ് തന്നെയാണ്. അതുകൂടാതെ നമുക്ക് സിം എജക്ടർ ടൂളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളായിട്ട് ഓരോ സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം, എന്നിട്ട് നമ്മുടെ മെയിൻ കണ്ടൻസിലേക്ക് വരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും ഒരു ചെറിയൊരു കട്ട് പോലെയുണ്ട്, ഫ്രണ്ടിലേക്ക് ഒരു ഇത്തിരി ബൾജായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ് ക്യാമറ, 2 MB ഒരു ക്യാമറ. എന്തിനാണെന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല 2 MB ഒക്കെ തരുന്നത്. എന്തായാലും അവിടെ ഇരിപ്പുണ്ട്, ഡെപ്ത് സെൻസർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല. ഇതൊരു മോഡറേറ്റ് ക്യാമറ പെർഫോമൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ റിയൽമിയുടെ തന്നെ വേറൊരു അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഉള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ Realme 9 Pro Plus ആയിരിക്കും നിങ്ങൾക്ക് പറ്റിയ ഫോൺ. അതിൻ്റെ ക്യാമറ പെർഫോമൻസ് പക്കയാണ്. ഇത് കണ്ടിട്ട് എനിക്കൊരു മോഡറേറ്റ് ക്യാമറ പെർഫോമൻസ്, ക്യാമറയിലല്ല, ഇതൊരു ഓൾറൗണ്ടർ, ഒരു മിഡിൽ റേഞ്ച് നമ്മൾ ബഡ്ജറ്റ് നോക്കി എടുത്തൊരു ഫോണാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. വലിയ വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മുടെ 2 Pro എടുത്ത് നോക്കിയാൽ പോലും അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര അങ്ങനെ വലിയ വെയിറ്റ് തോന്നുന്നില്ല, എന്നാലും വെയിറ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആപ്സ് ഒന്നും കോപ്പി ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഫോൺ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതാക്കിയത്. അതിന് മെയിൻ കാര്യം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ആപ്സ് ഒക്കെ വരുന്നുണ്ട് നോക്കണം.
ഇൻബിൽട്ടായിട്ട് കുറേ എന്തായാലും കച്ചറ ആപ്പുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് വരുന്നത് നോക്കണം. അത് കാരണം ഞാനൊന്നും ക്ലോൺ ചെയ്തിട്ടൊന്നുമില്ല പഴയ ഫോണിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫോണിനൊന്ന് ക്വിക്കായിട്ട് നോക്കിയേക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ, ഒരു ഫ്ലാഷ് ലൈറ്റും ഉണ്ട്, LED ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിയൽമിയുടെ നർസോയുടെ ബ്രാൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയുടെ തന്നെയാണ്, ഡിസൈൻഡ് ബൈ റിയൽമി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്, പോളികാർബണേറ്റ് ആണ്. അതുപോലെ തന്നെ കാണുമ്പോൾ നിങ്ങളിപ്പോൾ ഫോൺ നമ്മുടെ കയ്യിലാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈൻ പോലെ കാണാൻ വേണ്ടി പറ്റും. അത് പൊക്കത്തോട്ട് പോകും തോറും ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ ലൈൻ ഇല്ലാതെയോ അങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ലൈൻ ഗ്രൂവ് ഒന്നുമല്ല, സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് തന്നെയാണ്. അതുപോലെ പിടിക്കാനാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു ഗ്രൂവ് എന്തെങ്കിലും ഒരു ഗ്രിപ്പിന് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇത്തിരി കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പവർ ബട്ടൺ ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ സൈഡിലൊന്നുമില്ല, പൊക്കത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്രോഫോൺ ഉണ്ട്, സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നുമില്ല. ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വോളിയം ബട്ടൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് സിം കാർഡ് ട്രേ വരുന്നത്. അപ്പോൾ സിം കാർഡ് ട്രേ എന്ന് പറയുന്നത് ഡ്യുവൽ സിമ്മാണ്, നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി ഒന്നുമില്ല. ഡ്യുവൽ നാനോ സിം ഇടാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡ്യുവൽ നാനോ സിമ്മാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ വേരിയൻറ്റ് വരുന്നത് 6GB 128ഉം 8GB 128ഉമാണ്. പിന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കർ പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്രൈമറി മൈക്ക് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതും കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് കാര്യം. മിഡ് റേഞ്ച് ഒരുവിധപ്പെട്ട റിയൽമിയുടെ ഫോണുകളിലും 3.5mm ഹെഡ്ഫോൺ ജാക്കിന് എടുത്ത് കളഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ഇതിനനുസരിച്ച് ശരിക്കും കൂടെ പ്രൈസ് കൂടുമ്പോൾ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പ്രീമിയം ഫോൺ വരുമ്പോഴെല്ലാം ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഓക്കെ, സോ അതല്ലാതെ നമുക്ക് കൂടുതലൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 6.4 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്, ഈ സൈഡിലായിട്ടാണ് അത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇവിടെ താഴെയുണ്ട്. ഓക്കെ, അത്യാവശ്യം ക്യൂക്കാണ്. അതുപോലെ തന്നെ വ്യൂവിങ് ആംഗിൾസ് ആണെങ്കിൽ പോലും ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ AMOLED ആണ്. അതുപോലെ തന്നെ 90 Hz ആണ് റിഫ്രഷ് റേറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. 90 Hz എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. 120 Hz 144 Hz ഒക്കെ നമുക്ക് നോർമലി ഡിസ്പ്ലേസിൽ ഇപ്പോൾ വരുന്നുണ്ട്. ബട്ട് സൂപ്പർ AMOLED ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ചവർ ആപ്പുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ ചവർ ആപ്പുകളാണ് ഇതിനകത്തുള്ളത്. എത്ര എണ്ണം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എണ്ണി നോക്കാം. ഫോൺ പേ ഉണ്ട്, ജോഷ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, ഡെയിലി ഹണ്ട് ഉണ്ട്. ഫേസ്ബുക്കും ആമസോണൊക്കെ നമ്മൾ നോർമലി ഇൻസ്റ്റാൾ ചെയ്യാറുള്ളതാണ്. എന്നാൽ പോലും സൂലൂപ്പ് കട്ട്, ഫിൻഷ്യൽ പേ, ഹേ ഫണ്ണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 8-9 ആപ്സ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല. എന്തായാലും നമുക്ക് ഓരോന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുവിധപ്പെട്ട ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റണം. ഫിൻഷ്യൽ പേ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കുറച്ച് ആപ്പുകളുണ്ട് കണ്ടറിയാൻ വേണ്ടി പറ്റും. ഫിൻഷ്യൽ പേ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസേബിൾ ചെയ്യാം നമുക്ക്, അല്ലാതെ വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ആപ്പിനെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഫോണിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഡാറ്റാസ് ഫുള്ളി ഇതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ ഫോണിൽ നിന്നുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ സ്പെക്കുകൾ ഒന്നും കൂടെ പറയാം. MediaTek Dimensity 920 5G പ്രോസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 5G ബാൻഡാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ AMOLED 90 Hz 6.4 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. ചിന്നിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ ചിന്നാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ Realme 2 Proനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ വലുതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. ബാക്കി പൊക്കത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ താഴത്തെ ചിഹ്നം ഒരു ഇത്തിരി കൂടെ ചെറുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയത് കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനത്തെ ചിഹ്നം വെച്ചിട്ട് തന്നെയാണ് ഇറക്കുന്നത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. പിന്നെ നമുക്ക് ഇനി ചിഹ്നം കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി കൂടെ ബഡ്ജറ്റ് കൂട്ടിയിടേണ്ടി വരും. ഓക്കെ, സോ അതല്ലാതെ ഇതിനകത്ത് എന്തൊക്കെയാണ് വേറെ ഫീച്ചേഴ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ 33 വാട്ട്സിൻ്റെയാണ് സൂപ്പർ ഡാറ്റ് ചാർജർ അതാണ് വരുന്നത്.
എന്താണെങ്കിലും ഫാസ്റ്റ് ചാർജറാണ്. ഓപ്പൺ ഡാറ്റാണ് എന്ത് സാധനമൊന്നും അറിയുമ്പോൾ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ഒരു വേറെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു റിവ്യൂ എന്നൊക്കെ വേണം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഞാൻ അതായത് ഇത് പരിചയപ്പെടുത്തി തരാം, അൺബോക്സ് ചെയ്ത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ഒരെണ്ണമായിട്ടല്ല നമുക്ക് വരുന്നത്, 3-4 പീസായിട്ട് വരും. കാര്യം നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് ഓരോ ഓക്കെ. അപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും, ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. സിംഗിൾ ഫയറിംഗ് സ്പീക്കറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലൗഡ്നെസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉണ്ട്. നമ്മൾ നോർമൽ ഫോണിൽ കേൾക്കുന്നതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ കൂടുതലായിട്ട് നമുക്ക് തോന്നും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ 4G കാരിയർ അഗ്രിഗേഷൻ ഉണ്ട്. അത് എപ്പോഴും ഉണ്ടാവില്ല, നമുക്ക് ഇവിടെ 4G+ ആയിട്ട് കാണിക്കും. ഇപ്പോൾ കാണിക്കുന്നില്ല, കുറച്ച് നേരത്തെ കാണിക്കുന്നുണ്ടായിരുന്നു ഇയാൾ. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ കാണിക്കുമായിരിക്കും. സോ അത്യാവശ്യം ഓക്കെ. ഇപ്പോൾ വന്നിട്ട് പോയി ഇപ്പോൾ കണ്ടാൽ അറിയാൻ പാടില്ല, വന്നിട്ടൊന്ന് പോയായിരുന്നു. ഓക്കെ. അപ്പോൾ അത്യാവശ്യം 4Gയിൽ തന്നെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡ് എന്തായാലും ഇത് നമുക്ക് കാഴ്ച വെക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂടുതൽ ടെസ്റ്റിംഗ് കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെയ്ത് നോക്കണം. എനിക്ക് ഫോണിൻ്റെ അൺബോക്സിങ് റിവ്യൂവിൽ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും ക്യാമറയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അത് പറഞ്ഞപ്പോൾ ഓർത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. ആ സാധനം പറയാൻ വേണ്ടി ഞാൻ മറന്നു പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചോദിക്കാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ബൈ.